സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ വരുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പൊളി സാധനമാണ് കേട്ടാ. എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. വാവ്. അപ്പൊ ഡയറ്റുകാർക്കും സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ പൊളിക്കണ്ടേ? ഇതേ കാണുമ്പോ തന്നെ ഓടി വന്ന് തിന്നാൻ തോന്നില്ലേ? ചിയാ പുഡിങ്ങാണ് കേട്ടോ. നമ്മുടെ നിങ്ങളുടെ തിരാമിസു എന്നൊക്കെ പറയാം. എങ്ങനെയാണെന്ന് കണ്ടോ. ഇതുപോലെ ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് നമ്മുടെ ഗ്രീക്ക് യോഗേർട്ട്, അതാണ് കേട്ടോ ബെറ്റർ. ഫ്ലേവേർഡ് യോഗേർട്ടൊന്നും എടുക്കരുത്. കാര്യം ഇതിൽ നല്ല രീതിയിൽ നമുക്ക് ഇതെല്ലാം കൂടെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും എല്ലാം നമുക്ക് കിട്ടും. ഒരു സ്വീറ്റ് ക്രേവിങ്സിന് നല്ലതുമാണ്. ഇത് ഇതേപോലെ ചിയാ സീഡ് കുതിർത്തിയത് കൂടെ നന്നായിട്ട് കുതിർത്തിയാണ്. ഇത് ഓവർനൈറ്റ് കുതിർത്തി വെച്ചിരുന്ന ചിയാ സീഡാണ് കേട്ടോ. പിന്നെ വേണ്ട നമുക്ക് സാഷ പാക്കറ്റിൻ്റെ ഒരു കോഫി പൗഡർ, അതെടുത്ത് ഇതേപോലെ ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളത്തിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ കൂട്ടിലേക്ക് അതൊന്ന് ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് വേണം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇത്തിരി തേനും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫോറസ്റ്റിലെ പ്യുവറായിട്ടുള്ള തേനാണ് കേട്ടോ. അത് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിനുശേഷം നമുക്ക് ഈ ബൗൾ, ഇത് നമുക്ക് ഫ്രീസ് ചെയ്യാനുള്ളതാണ്, അന്നേരം കഴിക്കാനുള്ളതല്ല. അന്നേരം വേണമെങ്കിലും കഴിക്കാൻ കുഴപ്പമില്ല. എന്നിട്ട് ഇതേപോലെ കുറച്ച് ഗ്രീക്ക് യോഗേർട്ട് എടുത്ത് ഞാനൊരു ഇച്ചിരി വെള്ളം കൂടെ മിക്സ് ചെയ്ത്, കാര്യം അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ച് വെക്കാൻ പറ്റില്ല കേട്ടോ. അതേപോലെ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മേളിലോട്ട് പരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കോഫി പൗഡറും കൂടെ എടുത്ത് അതിൻ്റെ മേളിൽ അങ്ങോട്ട് തൂകി ഒത്തിരി തേനും കൂടെ മേളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഓവർനൈറ്റ് നമ്മുടെ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ പാവങ്കര നമ്മുടെ തിരാമിസു തയ്യാറാവും കേട്ടോ. ഇതൊന്ന് കഴിച്ച് നോക്കിയോ, സൂപ്പർ സാധനമാണ്, മിസ് ചെയ്യണ്ട. നമ്മുടെ ഡയറ്റിൻ്റെ ആ ഒരു സമയത്തൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ക്രേവിങ്സൊക്കെ മാറ്റാനായിട്ടും അതുപോലെ തന്നെ നല്ല പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ഒക്കെ ആയ ഒരു സ്വീറ്റ് ക്രേവിങ്സിൻ്റെ നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റെസിപ്പീസിനായിട്ട് നമ്മുടെ നാത്തൂൻസ് കിച്ചൻ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ.